ചടയമംഗലത്തിന്റെ വികസനവും വികസന മുരടിപ്പും. ചടയമംഗലം ഇങ്ങനെയായാൽ മതിയോ? കഴിഞ്ഞ 2.5 വർഷത്തെ പഞ്ചായത്ത് ഭരണത്തിനെ സംബന്ധിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സാക്ഷി ടി വിയിലൂടെ വിശദീകരിക്കുകയുണ്ടായി. അതിലവരാദ്യമായി ഉന്നയിക്കുന്നത് ചടയമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിച്ചു എന്നാണ് പറയുന്നത്. വളരെ നല്ല കാര്യം. പക്ഷെ അവർ വളരെ പുറകോട്ട് ചിന്തിക്കണം. പതിറ്റാണ്ടുകൾക്ക് പുറകിൽ ഈ ഹോസ്പിറ്റൽ എങ്ങനെ പോയി, എങ്ങനെ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വളരെയധികം രോഗികളെ കിടത്തിൽ ചികിത്സിച്ച ഒരു ഹോസ്പിറ്റലാണ്. പ്രസവമടക്കം പോസ്റ്റ്മോർട്ടം അടക്കം എല്ലാ തരത്തിലുള്ള ചികിത്സയും നടന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ഇന്ന് വളരെ മോശമാണ്. അത് നമ്മുടെ പഞ്ചായത്തിലുള്ള ജനപ്രതിനിധികൾക്കും ഈ പറയുന്ന പ്രസിഡന്റടക്കം എല്ലാവർക്കും ബോധ്യമുള്ള ഒരു വിഷയമാണ്. ഇന്നിപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 4 മണി കഴിഞ്ഞാൽ അവിടെ ഡോക്ടറില്ല, സ്റ്റാഫില്ല, അടച്ചു പൂട്ടിപ്പോണ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ സാധാരണ തൊഴിലാളികൾ, പാവങ്ങൾ, അപ്പോൾ അവർക്ക് വൈകുന്നേരം ഒരു അസുഖവും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ സ്വകാര്യ ഹോസ്പിറ്റലുകളെ സമീപിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരവസ്ഥയാണ് ആ ആശുപത്രിയെ സംബന്ധിച്ച് ഇന്ന് നിലനിൽക്കുന്നത്. പലപ്പോഴും വിഷയങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അവിടെ കിടത്തി ചികിത്സ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. അപ്പോഴൊക്കെ വീണ്ടും ഒരു ഉദ്ഘാടനം നടത്തി കിടത്തിൽ ചികിത്സ ആരംഭിക്കും. വീണ്ടും അത് അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ. മിനി സ്റ്റേഷൻ പതിറ്റാണ്ടുകളായി ചടയമംഗലം ജനതയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്ന് വരെ അത് യാഥാർത്ഥ്യമാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കോ ഭരണകക്ഷിക്കോ, അങ്ങനെ തന്നെ പറയാം, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്, സംസ്ഥാനം ഭരിക്കുന്ന, ഈ തരത്തിൽ എല്ലാ ഭരണരംഗത്തുമുള്ള ഒരു ഭരണ നേതൃത്വത്തിന് ഇന്ന് വരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വല്ലാത്ത ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. അത് എല്ലാ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ തലത്തിലുള്ള ജനങ്ങളുടെയും ഒരു വലിയ പ്രയാസമേറിയ ഒരു വിഷയമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലത്തെ സംബന്ധിച്ച് ശ്രീമതി ബിന്ദു മുൻ പ്രസിഡന്റ് പരാമർശിച്ചിരുന്നു. പക്ഷെ ആ സ്ഥലം ഏറ്റെടുത്ത് വലിയ കാഴ്ചപ്പാടോടുകൂടി, അല്ലെങ്കിൽ ദീർഘമായ അല്ലെങ്കിൽ ദൂരമുള്ള ലക്ഷ്യത്തോടുകൂടി നമുക്കത് ഏറ്റെടുത്ത് അമിതമായ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വരുമാനം പഞ്ചായത്തിനുണ്ടാക്കുകയും അനവധി തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുകയും ഒട്ടനവധി പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നു. നാളെ ഇതുവരെ അവരത് ചെയ്തിട്ടില്ല. അവരെ വ്യക്തിപരമായ കുറ്റം പറയുന്നതല്ല. പഞ്ചായത്ത് ഭരണസമിതിയുടെ പൊതുവെയുള്ള നിലവാരം ഈ പഞ്ചായത്ത് ഭരണസമിതിയല്ല, കുറേ വർഷങ്ങളായി തന്നെ ഇത് തുടർന്നുകൊണ്ടുവരെയാണ്. ഞാൻ ഈ കഴിഞ്ഞ 2.5 വർഷം ഭരിച്ച അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ മാത്രം ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തില്ല എന്നല്ല പറയുന്നത്. ഏറെ വർഷങ്ങളായി മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ഇത്തരത്തിൽ പഞ്ചായത്തിൻ്റെ വികസന കാഴ്ചപ്പാടിൽ ഒരു ലക്ഷ്യമില്ലാത്ത നിലയിലേക്കുള്ള പോക്കാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതര പഞ്ചായത്തുകളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും കഴിയും. നമ്മുടെ നിയമമണ്ഡലത്തിലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ചടയമംഗലം. ആ ചടയമംഗലം പഞ്ചായത്തിൻ്റെ വികസനം എവിടെ നിൽക്കുന്നു, നമ്മുടെ സമീപ പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവുന്ന വസ്തുതയാണത്. അതുപോലെ തന്നെ ചടയമംഗലം പബ്ലിക് മാർക്കറ്റ് എത്ര പ്രതാപത്തിലിടുന്ന മാർക്കറ്റാണ്. ഇന്ന് ആ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണ്? ആ മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു, അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ അത് തുറന്നു കൊടുക്കാൻ പോലും കഴിയുന്നില്ല. പിന്നെ ഇറച്ചി സ്റ്റാള്, പഞ്ചായത്തിന് വർഷത്തിൽ 6-7 ലക്ഷം രൂപ കിട്ടുന്ന ഇറച്ചി സ്റ്റാള് ലേലം ചെയ്യാൻ ഇതുവരെ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ പഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായി, വ്യക്തിപരമായി ഇത് നോക്കിക്കാണുമ്പോൾ അതിനെ എതിർക്കാതിരിക്കാനും വിമർശിക്കാതിരിക്കാനും കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം, നമുക്കൊരു നല്ല ഓഫീസ് നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ നമുക്കൊരു ആസ്ഥാനം വേണ്ടേ? പഞ്ചായത്തിന് ശക്തമായ അല്ലെങ്കിൽ അതിൻ്റേതായ പ്രൗഢിയിലുള്ള ഒരു ഓഫീസാണല്ലോ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അതുപോലും നമുക്ക് സ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട്. പല അംഗൻവാടിക്കും സ്വന്തമായ സ്ഥലമോ കെട്ടിടമോ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഭൂതത്താൻകുന്നിലെ പകൽ വീടിനെ കുറിച്ചും പ്രസിഡന്റ് പറഞ്ഞു. നല്ല കാര്യം തന്നെ. പക്ഷേ അത് ആ പശ്ചാത്തല സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും ഒന്നും ഒക്കാത്തതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ള വയോജനങ്ങൾ അവിടെ എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. അതുപോലെ സബ് രജിസ്ട്രാർ ഓഫീസ്, അത് സ്വകാര്യ വ്യക്തിക്ക് കനത്ത വാടക കൊടുത്ത് എത്ര കാലം കൊണ്ട് തുറന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് നഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്കാണ് അത് പോകുന്നത്. ഇതിനെതിരെ തന്നെ ശക്തമായ നിലപാട് പലപ്പോഴും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ നടത്തിയിട്ടുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് പഞ്ചായത്ത് ഭരണസമിതിയോ അതുമായി ബന്ധപ്പെട്ട മറ്റ് സംവിധാനങ്ങളോ രാഷ്ട്രീയ നേതൃത്വമോ ഉണർന്ന് പ്രവർത്തിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ചടയമംഗലം പഞ്ചായത്തിൽ ഒരു പൊതു ശ്മശാനമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഏറെയാണ്. പ്രത്യേകിച്ചും കോളനികളിൽ ലക്ഷം വീടുകളിലൊക്കെ താമസിക്കുന്നവർ അവരെ അടുക്കള പൊളിച്ചു പോലും സംസ്കരിക്കേണ്ട ഗതികേടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതി ഒരിക്കലും മുൻകൈയെടുക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അതിന് വേണ്ട പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പൊതുജനവും രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷവും ഒന്നടങ്കം അതിന് നീങ്ങേണ്ടി വരും എന്നുകൂടി ഇത്തരണത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീമതി ബിന്ദു നേരത്തെ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പക്ഷെ അതിൻ്റെ തുടർച്ച എന്തായെന്ന്, അതിൻ്റെ പുരോഗതി എന്തായെന്ന് തുടർന്ന് വന്ന ഭരണസമിതി ഈ പൊതുജനങ്ങളെ അറിയിക്കേണ്ടിയിരിക്കുന്നു. അതിനുകൂടി ഈ ഭരണസമിതിയും പ്രസിഡന്റും ഒക്കെ തയ്യാറാവണം എന്നുകൂടി ഇത്തരണത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. അത്തരം നീക്കങ്ങൾക്കെതിരെ പഞ്ചായത്തിൻ്റെ പൊതുവികസനത്തിന് വേണ്ടി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗീയതയ്ക്ക് എതിരായി നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ്. പല പഞ്ചായത്തുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകണം. അതിന് പഞ്ചായത്ത് ഭരണസമിതിയും ബന്ധപ്പെട്ട ആളുകളും തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടിക്ക് നേതൃത്വം കൊടുക്കും. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളും ഉണ്ടാകും എന്ന് മാത്രം ഇത്തരണത്തിൽ അറിയിക്കുന്നു.